Hello friends, ഇന്ന് ഞാൻ ഒരു ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉഴുന്ന് പൊടിയായിട്ട് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അരി ഉഴുന്നും അരച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഒരു സ്പൂൺ ഉഴുന്ന് പൊടി, ഇങ്ങനത്തെ സ്പൂണുണ്ട്, കയ്യിലുണ്ട് ഒരു സ്പൂൺ കയ്യിൽ ഉഴുന്ന് പൊടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ഒരു പാത്രം ഇഡ്ഡലി റവ. ഇതും അരിപ്പൊടി ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങണതാണ്. ഇഡ്ഡലി റവ എന്ന് പറഞ്ഞാലും അത് ഗ്രൗണ്ട് റൈസ് തന്നെയാണ്. അപ്പോൾ ഓരോ പാത്രം അതിട്ട് അതിനുശേഷം നമുക്ക് അതിൽ ഒരു അതേ സ്പൂണുകൊണ്ട് ഒരു മുക്കാൽ പാത്രം റാഗി പൗഡറാണ്. ഇതെല്ലാം പൗഡർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരി ഉഴുന്ന് അരച്ചിട്ട് പിന്നെ റാഗി ചേർത്ത്, അല്ലെങ്കിൽ റാഗി അങ്ങനെ തന്നെ കുതിർത്തിട്ട് അരച്ചുണ്ടാക്കാം. പക്ഷെ ഇത് ഈസി, ഇങ്ങനെ പൊടി വാങ്ങാൻ കിട്ടുന്നു. അപ്പോൾ പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു പാത്രം ഉഴുന്ന് പൊടി, ഒരു സ്പൂണ് അരിയുടെ ഗ്രൗണ്ട് റൈസ് ഇഡ്ഡലി റവയും കൂടിയിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ഒരു മുക്കാൽ സ്പൂൺ അതേ പാത്രം കൊണ്ട് തന്നെ മുക്കാൽ കയ്യിൽ റാഗി പൗഡർ ഇട്ടു. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചേർത്തു. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഇത് കലക്കുക. ഇനി ഇതിൽ നമുക്ക് ഒരു അര സ്പൂൺ ഉലുവപ്പൊടിയും ചേർക്കാം. ഡയബറ്റീസിനൊക്കെ ഉലുവ നല്ലതാണ്. ഇത് അര ചെറിയ ടീസ്പൂൺ കൊണ്ട് ഉലുവപ്പൊടിയും ചേർക്കാം. നമുക്ക് കൈ കൊണ്ട് ഇളക്കാം. അപ്പോൾ ഒന്നും കൂടി ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസിയാവും. ഒരു ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഒരു ട്രിക്കും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാവ് അരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് എടുത്ത് വയ്ക്കുക. ഒരു ചെറിയ പാത്രത്തിൽ ഫെർമെൻറ്റ് ചെയ്തിട്ടുള്ള മാവ് നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഫ്രഷായിട്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ പഴയ മാവ് ഇതിൽ ഒഴിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായി ഫെർമെൻറ്റ് ചെയ്ത് വീർത്ത് വരും, നല്ലോണം പൊങ്ങി വരും. ഞാൻ അതുപോലെ ഇതാ പഴയ മാവ് കുറച്ചുകൂടി ഉണ്ട്, അത് ഞാൻ ഒരു 2 സ്പൂൺ ഇതിരിക്കായി ഒഴിക്കുന്നുണ്ട്. എപ്പോഴും അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള മാവ് ഒരു ഇപ്പം ഒന്ന് വൈകുന്നേരം 8 മണിക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ഒരു 6 മണിക്ക് ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാം. അത് നന്നായി നിറച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് കലക്കി വെച്ചത്. ഒരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന മാവണത് എത്രയും നിറഞ്ഞ് പൊങ്ങി വന്നു അത് അല്ലേ. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. ഉപ്പ് പാകത്തിനാണോ നോക്കുക, വേണമെങ്കിൽ പിന്നീട്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. ഈ റാഗി വളരെ നല്ലതാണ്. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇപ്പോൾ ഒരു 2 ഇഡ്ഡലിയൊക്കെ രാവിലെ കഴിക്കാമായിരുന്നു. മറ്റേ അരി കൊണ്ടുള്ളതാണ് ഈ കഴിക്കാൻ പറ്റില്ല. ദോശ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. കൺസിസ്റ്റൻസി ഇതുപോലെ ഉണ്ട്. അധികം വെള്ളമാവരുത്. മാവ് നമ്മൾ ഒരു നൈറ്റ് മുഴുവൻ ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ട് രാവിലെ നോക്കിയപ്പോൾ ഇങ്ങനെയുണ്ട് കേട്ടോ, നല്ലോണം വീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണ വരട്ടണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാവ് ഒഴിക്കുക.
ഒരു കുക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തിളച്ചേക്കുന്നു. അപ്പോൾ നമ്മൾ 3 തട്ടാണ് ഇഡ്ഡലി മാവ് ഇതിൽ വെച്ചേക്കണം. അത് ഞാൻ ഇതിൽ ഇറക്കി വയ്ക്കുകയാണ്. അടയ്ക്കണം, വെയിറ്റ് ഇടണ്ട. എന്നിട്ടൊരു 10 മിനിറ്റ് അത് വേവാൻ വയ്ക്കും. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ കുക്കറിൻ്റെ അടപ്പ് മാറ്റി വെച്ചിട്ടാണ് ഇഡ്ഡലി ഇടുന്നത്. ഇഡ്ഡലി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇഡ്ഡലി നന്നായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. ഈ ഡയബറ്റീസ് ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ തരം ഇഡ്ഡലിയാണിത്. അരി ഉഴുന്നും പിന്നെ ഈ റാഗിയും കൂടി മിക്സ് ചെയ്ത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ആദ്യമായിട്ട് ഒരു പാത്രം അരിയും ഒരു പാത്രം ഉഴുന്നും കൂടിയിട്ട് 2 മണിക്കൂർ നേരം കുതിർത്തി കഴുകി അരയ്ക്കാൻ റെഡിയാക്കി വെച്ചതാണിത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ ഉഴുന്ന് പരിപ്പ് എടുക്കുക. അത് പിന്നെ അതിൽ നമ്മൾ ഒരു പാത്രം ഒരു പാത്രം റാഗി പൗഡർ ചേർക്കുന്നുണ്ട്. 1:1:1 എന്ന പോലെ അരി ഉഴുന്ന് റാഗി പൗഡർ. പിന്നെ അതിൽ നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കും. പിന്നെ കുറച്ച് ഒരു നുള്ളു കായം, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ട് ഈ അരി ഉഴുന്നും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാൻ അരച്ച് കൊണ്ടുവരാം. ഇത് അരിയും ഉഴുന്നും കൂടി നന്നായി അരച്ചെടുത്താണ്. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന അരി ഒന്നുകിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലി റൈസ് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന ഈ ഡെല്ല എന്നുള്ള ഓർഗാനിക് ലൈറ്റ് ബ്രൗൺ റൈസാണ്. ഇത് പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആണ്. നമുക്ക് ഈ റാഗി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് വേണം നമുക്ക് അരി അരച്ചതിലേക്ക് ഒഴിക്കാം. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു 1/4 സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചാണ് ചേർത്തിട്ടുണ്ട്. പിന്നെ കായം, കുറച്ച് കായം പൊടിച്ചത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരി അരച്ചതിലേക്ക് ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ വേണമെങ്കിൽ വെച്ചോളൂ, അത്ര മതി. ശേഷം അതിലേക്ക് ഇത് പ്ലെയിനായിട്ട് ദോശ ഉണ്ടാക്കാം. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് ക്യാരറ്റ് ഇടുകയാണ് ഞാൻ. അപ്പോൾ ആ ക്യാരറ്റും കൂടി ആണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് ക്യാരറ്റും വരില്ലെത്തൂല. 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്. കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇടുകയാണെങ്കിൽ നല്ലതാണ്, ചിലർക്ക് ഇഷ്ടാവില്ല. ദോശയ്ക്കുള്ള മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ദോശ ഉണ്ടാക്കാം. ആദ്യം ദോശ ഉണ്ടാക്കുന്ന പാത്രം സ്റ്റൗവിൽ വെച്ചേക്കാണ്. നമുക്ക് മാവ് കൊഴിയും.
നമുക്ക് ഒന്നുകിൽ ഒലിവ് ഓയിൽ ഒഴിക്കാം, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. ഞാൻ ഇവിടെ അവോക്കാഡോ ഓയിലാണ് ഉപയോഗിക്കുന്നത്. അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്. 1 സ്പൂൺ അവോക്കാഡോ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തുറന്ന് നോക്കാം. പെട്ടെന്ന് മറിച്ചിടാൻ പറ്റും. കണ്ടില്ലേ, നല്ല ദോശ റെഡി ആയിട്ടുണ്ട്. അടുത്തുണ്ട്. അടച്ചു വയ്ക്കും. ദോശക്കറി രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. 2 മിനിറ്റായി. ഒന്ന് മറച്ചിടാം. ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. രണ്ടാമത്തെ ദോശ റെഡിയായി. ഇതുപോലെ നമുക്ക് ബാക്കി ദോശ ഉണ്ടാക്കി വെക്കാം. ഇതിലേക്ക് നമുക്കൊരു നാളികേരം കൊണ്ടുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാം. അതിന് കുറച്ച് നാളികേരം, ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ ഒരു ചുവന്ന മുളക്, കുറച്ച് ജീരകം, കുറച്ച് ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 കറിവേപ്പില. നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ദോശ റെഡിയായി കഴിഞ്ഞു. ഇതിൽ റാഗിയും ക്യാരറ്റും ഒക്കെ വളരെ നല്ലതാണ്. ബോഡിക്ക് വൈറ്റമിൻ എ ക്യാരറ്റിൽ നിന്ന് കിട്ടും. റാഗി നല്ലോണം കാൽസ്യം ഉള്ളതാണ്. നല്ല ഫൈബറുള്ള ദോശ. ഏത് പ്രായക്കാർക്ക്, കുട്ടികൾക്കൊക്കെ, സ്പെഷ്യലായിട്ട് ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. എണ്ണയൊക്കെ കുറച്ചും കൂടി കൂടുതലൊക്കെ ഒഴിക്കാം. നാളികേരം ചരികിടന്നെങ്കിൽ ഇടാതിൽ കുറച്ചും കൂടി സാധു ഇടും. അങ്ങനെ. പിന്നെ സാമ്പാറാണെങ്കിലും എല്ലാ വെജിറ്റബിൾസ് ഉണ്ട്. മുരിങ്ങക്കായൊക്കെ നല്ലതാണ്. മുരിങ്ങക്കായും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ ആണ് വലിയ തന്നെ. സ്വീറ്റ് പൊട്ടറ്റോ, ഒണിയൻ ഒക്കെ ചേർത്തിട്ടുള്ള സാമ്പാർ. പിന്നെ ചമ്മന്തി, അതിൽ ഇഞ്ചി, ഉള്ളി, നാളികേരം, ഉപ്പ്, ജീരകം എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള ചമ്മന്തിയാണ്. അതും കുട്ടികൾക്ക് നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇതൊക്കെ ഉള്ളിയൊക്കെ കുറച്ച് ഇഞ്ചിയൊക്കെ വയറ്റിലേക്ക് എത്തുന്നത് നല്ലതാണ്. ഇപ്പോൾ കോൾഡൊന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് ഉള്ളിയൊക്കെ നല്ലതാണ്. പിന്നെ പഴം. ഇതൊരു നല്ല ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റാഗി പൗഡർ, സോൾട്ട്, കുറച്ച് എണ്ണ, കോക്കനട്ട് ഓയിൽ 1 സ്പൂണ്, അത് പിന്നെ ശർക്കര പൊടി, ജീരകം, കോക്കനട്ട് പൗഡർ, ചുക്കുപൊടി. പ്രത്യേകിച്ച് ഓർമ്മിക്കണം, ചൂടുള്ള വെള്ളമാണത്. നല്ലോണം ചൂടായിട്ടുള്ള വെള്ളത്തിൽ ഇത് കുഴയ്ക്കണം. എന്നാലും അത് സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞാൽ ഹാർഡായിരിക്കും. പിന്നെ 1 സ്പൂണ് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഓർഗാനിക് റാഗി ഫ്ലോർ ആണ്. ഇതുപോലത്തെ പാക്കറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റും. റാഗി ഫ്ലോർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിനല്ല, ശർക്കരയും നാളികേരമാണ് ഫില്ലിങ്. അപ്പോൾ ഉപ്പ് കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഒരു ടേസ്റ്റ് ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഇത്രയും ഉപ്പ് ഉപയോഗിക്കും. ഇനി അടുത്തത് നമുക്ക് ഇത് തിളപ്പിച്ച വെള്ളമാണ്. അത് ഒഴിച്ചിട്ട് നമുക്കിത് കുഴയ്ക്കാം. കുറേശ്ശെ ഒഴിക്കണം വെള്ളം. നമുക്കിത് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനൊന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കാം. പിന്നെ നമുക്കൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടൊന്ന് നനച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം.
ഫില്ലിങ് റെഡിയാക്കണത്. ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് ഫുള്ള് കവർ ചെയ്ത് വയ്ക്കാം. ഒരു പാൻ സ്റ്റവിൽ വെക്കുക. സ്റ്റവ് ഓൺ ചെയ്യുക. ഇതിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ വെള്ളം, ഇത്രയും ഉണ്ട്, അധികം വേണ്ട. വെള്ളം നല്ല ബോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ശർക്കര ഇടാം. ശർക്കര ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. മധുരം നല്ലോണം കൂടുതൽ വേണ്ടവർക്ക് നല്ലോണം ഇടാം, കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം. അഥവാ ശർക്കര ഇടാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വെറും നാളികേരം ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇടുകയാണ്. ഞാൻ 4 സ്പൂൺ ശർക്കര ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് അലിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കോക്കനട്ട് ചേർക്കാം. ഇത് കോക്കനട്ട് പൗഡറാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, ഫ്രഷ് അല്ല. എന്നിട്ട് സ്റ്റവ് ഓഫ്. നന്നായി മിക്സ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ ഇത്ര ജീരകം ചേർക്കണം. അര സ്പൂൺ ചുക്കുപൊടി ചേർക്കണം. അര സ്പൂൺ ഏലക്കാപ്പൊടി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫില്ലിങ് റെഡിയാക്കാം. അതിൽ നേരെ അടുപ്പത്ത് വയ്ക്കല്ലേ, അപ്പം അതിങ്ങനെ ആടായിരിക്കും. നമുക്ക് ഇത് ഉരുട്ടിയിട്ട് ഈ ഫില്ലിങ് വയ്ക്കാം. ഈ ഫില്ലിങ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയിട്ട് വേഗം ആ ചൂടുള്ള പാത്രത്തിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റണം. ആ ചൂടുള്ള പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ ശർക്കര വല്ലാതെ ഹാർഡാവും, പിന്നെ നമുക്കിത് വെക്കാൻ ബുദ്ധിമുട്ടാവും. റാഗി പൗഡർ, കുറച്ച് ഉപ്പും 1 സ്പൂൺ ഓയിലും ചൂടുവെള്ളവും ഒഴിച്ച് കുഴച്ച് റെഡിയാക്കിയതാണിത്. ഇത് അതിൽ ഫില്ല് ചെയ്യാനുള്ള ശർക്കര ഉരുക്കിയത്, അതിൽ നാളികേരം ചേർത്തിട്ടുണ്ട്, ജീരകം, ചുക്ക്, ഏലക്ക, അതും കൂടെ മിക്സ് ചെയ്ത് നമുക്കിത് ഫില്ല് ചെയ്യാം. ഉള്ളി അങ്ങനെ ഉള്ളി എടുത്തിട്ട് കൈനടിയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തും. ഈ ഫില്ലിങ് വയ്ക്കും. എന്നിട്ട് ഇതിനെ ആകെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടുക. ഇതുപോലെ ഉരുട്ടാം. ഒരു സ്റ്റീമർ അടുപ്പത്ത് വയ്ക്കുക. അതിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഈ സ്റ്റീമറിൽ നമുക്ക് ഈ കൊഴുക്കട്ട ഫില്ല് ചെയ്തത് വെക്കാം. കൊഴുക്കട്ട ഫില്ല് ചെയ്ത് ഉരുട്ടിയതാണത്. അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ റാഗി കൊണ്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. നമ്മൾ 20 മിനിറ്റ് സ്റ്റീമറിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തതാണ്.